നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ വേദ ഒടുവിൽ മോളെയും കൊണ്ട്, ഗൗരി മോളെയും കൊണ്ട് വിക്രത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കാഴ്ച കാണുന്ന പഴയ വീടിരുന്ന സ്ഥലത്ത് വലിയൊരു വീടിരിക്കണു. അപ്പൊ ആ പഴയ വീടൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ വേറെ പുതിയ വീടാണ്. അപ്പോഴേക്കും മനസ്സിലായി അവരിവിടുന്ന് താമസം മാറിപ്പോയെന്നൊക്കെയുള്ള. ഈ സമയം ഗൗരിമോള് ചോദിച്ചു, ഇതേത് വീടാന്ന് ചോദിച്ചു. ഇത് അമ്മയുടെ വീടായിരുന്നു. ഇതായിരുന്നു അമ്മയുടെ വീട്. അല്ല, ഇതല്ലായിരുന്നു, ഇവിടെ ഒരു വേറെ വീടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വേറെ വീടില്ലല്ലോ, അത് പുതിയ വീടായെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിലെ മോളെ വിളിച്ചോണ്ട് കാറിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ചോദിച്ചു, അമ്മ എന്താ വിഷമിച്ചിരിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല. അല്ല, ആ പഴയ വീട് ഓർത്തിട്ടാണോ എന്ന് ചോദിച്ചു. മോൾക്ക് ആ വീട് കാണണമെന്നുണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേദ ഫോണിനകത്ത് ആ പഴയ വീട് കാണിച്ചു കൊടുക്കുകയാണ്. ഒത്തിരി ഇഷ്ടമായി ഗൗരി മോൾക്ക്. എനിക്കിഷ്ടമായി അമ്മയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും തരുൺ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുക. സേതുലക്ഷ്മി അമ്മ പറഞ്ഞു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, മോളെയും കൊണ്ട് ഇങ്ങോട്ട് വരും അവള്. അതെ, അമ്മയോട് ആരാ പറഞ്ഞു വിടാനായിട്ട്? അവൾ എന്തിനാ മോളെയും കൊണ്ട് പുറത്തു പോയത്? എങ്ങോട്ടാ പോയെന്നറിയില്ലാതെ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് പോയതാ. പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് പോയിട്ട് ഇത്ര സമയമല്ലേ, മണി 6 കഴിഞ്ഞു, ഇതുവരെയായിട്ട് വന്നോന്ന് ചോദിക്കേ. എടാ, ദൈവത്തെ ഓർത്ത് നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അവളല്ലേ മോളെയും കൊണ്ട് പോയത്, ആരാണെങ്കിലും എന്താ? എൻ്റെ മോളെ എനിക്കിഷ്ടമില്ല അങ്ങനെ പറഞ്ഞു വിടുന്നേ, അറിയാലോ, അമ്മയോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോഴേക്കും പുറത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. കാറിനകത്തുനിന്ന് ഗൗരിമോളും വേദയും കൂടെ ഇറങ്ങി. തരുണ് പെട്ടെന്ന് അങ്ങോട്ട് പാഞ്ഞു പോകാൻ തുടങ്ങിയപ്പം സേതുലക്ഷ്മി അമ്മ തടഞ്ഞു. എടാ മോനെ, ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്, മോളുണ്ട് കൂടെ, അവളുടെ മുന്നിൽ വെച്ച് അങ്ങോട്ടും അതും ഇതൊന്നും പറയരുതെന്ന് പറഞ്ഞു. തരുണൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഓടിച്ചെന്ന് മോളെ എടുത്തു. മോളെ എവിടെ പോയതായിരുന്നു? ദേ, അമ്മേനെ കുറേ സ്ഥലമൊക്കെ കൊണ്ട് കാണിച്ചെന്ന് പറഞ്ഞു. മോള് പോയി ഫ്രഷ് ആയിട്ട് വാ, യാത്ര ചെയ്ത് വന്നല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ മോൾ അകത്തേക്ക് ഓടിപ്പോയി. അപ്പോഴേക്കും സേതുലക്ഷ്മി അമ്മയും കൂടെ ആ കൂടെ അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് വേദയുടെ അടുത്ത് നിന്നിട്ട് തരുൺ ചോദിച്ചു, നീ എവിടേക്ക് എൻ്റെ മോളെയും കൊണ്ട് പോയത്? ഇനി ഇത് ആവർത്തിച്ചേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, മനസ്സിലായില്ല, എൻ്റെ മോളെയും കൊണ്ട് എടുത്ത് പോയേക്കരുതെന്ന്. പറ്റില്ല എന്ന് പറഞ്ഞു. ദേ വേദ, എൻ്റെ മോളാണ്, നീയും അവളും തമ്മിൽ യാതൊരു ബന്ധമില്ല. നീ അവളെ നോക്കാൻ വന്ന വെറും ഒരു ആയ മാത്രമാണ്, അറിയാലോ. അതിനേക്കാളുപരി നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എൻ്റെ മോളെയും കൊണ്ട് പോകാൻ ഒരുങ്ങിയുണ്ടല്ലോ, എനിക്കത് ഇഷ്ടപ്പെടത്തില്ല. നീ ഒറ്റയൊരുത്ത് കാരണം ഇപ്പം ഇവിടേക്ക് മാറേണ്ട വന്നത്. നീ അനാവശ്യ റെയ്ഡ് നടത്തിയത് കൊണ്ട് എൻ്റെ മോൾക്ക് ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടാ. ആ ഒരു കാര്യം മനസ്സിൽ ഓർമ്മ വേണം. അതുകൊണ്ടാ പറയണേ, ഇനി മോളെയും കൊണ്ട് പോയേക്കരുതെന്ന്. എൻ്റെ മോളവള് എൻ്റെ ചോരയാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, പറ്റില്ല, എനിക്ക് അവകളിലൊരു അവകാശം ഇല്ലേന്ന് ചോദിച്ചു. അവകാശമോ? എന്തവകാശം? വേദ പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേന് സേതുലക്ഷ്മി അമ്മ വന്നിട്ട് പറഞ്ഞു, മോളെ നീ അകത്തേക്ക് കയറി ചെല്ല്. ദേ, കുഞ്ഞിനെ അവള് ശീല കുളിപ്പിച്ചിട്ടുണ്ട്, അവളുടെ ഡ്രസ്സൊക്കെ ഇടിയിക്കുക എന്നും പറഞ്ഞ് വേദയും അങ്ങോട്ട് പറഞ്ഞു വിട്ടു. എന്നിട്ട് തരുണിനോട് പറഞ്ഞു, തരുണെ വെറുതെ വഴക്കും പ്രശ്നം ഉണ്ടാക്കരുത്, മോൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. നിനക്കിപ്പോൾ എന്താ മോളെ തന്നെ നോക്കാൻ പ്രാപ്തിയായെന്നൊരു ചിന്തയൊക്കെ ഉണ്ടോ? അവളുടെ നെഞ്ചിലെ ചൂടായിട്ട് അവളുടെ പാല് കുടിച്ചാണ് മോള് വളർന്നത്, ആ ഒരു ഓർമ്മ വേണം. അപ്പോൾ അവൾക്ക് മോളിലൊരു ഇത് തോന്നും സ്വാഭാവികമായിട്ട്. അതിനെ ഇല്ലാതാക്കാനായിട്ട് നീ ശ്രമിക്കരുത്. അത് ദൈവദോഷം, മുകളിലിരിക്കുന്ന ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നുള്ള ഓർമ്മ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്, അല്ലാതെ പറയാൻ പറ്റില്ലോ, വേദയുടെ കുഞ്ഞാന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് അത്രയും പറഞ്ഞ് നിർത്തിയിട്ട് സേതുലക്ഷ്മി അമ്മ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് വേദ മുറിയിലിരുന്ന് കരയണ സമയത്ത് സേതുലക്ഷ്മി അമ്മ ഇങ്ങോട്ട് വരുന്നേ, മോളെ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഒരു നിമിഷം ഞാൻ ഭയന്നു പോയി, നീ എല്ലാം വിളിച്ചു പറയുമോന്ന്. എല്ലാം വിളിച്ചു പറയാനായിട്ട് എളുപ്പമാണ്, പിന്നെ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അത് മാത്രമല്ല, നീ ഇടയ്ക്കിടയ്ക്കിനെ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ ഷീലയ്ക്കിപ്പം മലയാളമൊക്കെ അറിയാം, അവൾ എന്തേലും കേട്ടിട്ടുണ്ട്, പിന്നെ അത് മതി. തരുൺ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ബാക്കി അന്തർബലം എന്തായിരിക്കും അറിയാവോ നിനക്ക്? വേണമെങ്കിൽ നിനക്ക് പറയണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞു, ഞാൻ തടയുന്നില്ല. പക്ഷെ എല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം നീ അത് പറയാനായിട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയണം. സേതുലക്ഷ്മി അമ്മ കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ തരുൺ ആൻഡ്രൂ സാറിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പോൾ ആൻഡ്രൂ സാറ് ജയിലിൽ നിന്ന് റിട്ടയർ ആയ ആളാണ് സൂപ്രണ്ടായിട്ട്. അങ്ങനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആൻഡ്രൂ സാറ് ചോദിച്ചു, അല്ല ആരാ, എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. പേര് പറഞ്ഞാൽ മനസ്സിലാവും, എൻ്റെ അച്ഛൻ്റെ പേര് വൈദ്യനാഥ അയ്യർ, പണ്ട് ഫോഴ്സിലുണ്ടായിരുന്നു. ഓ മനസ്സിലായി, സാറിൻ്റെ മോന് തരുൺ സാറല്ലേന്ന് ചോദിച്ചു. അതെ, വാ കയറി വാ ഇരിക്കുക, ലിസമ്മ ഇവിടെ ഇല്ലല്ലേ, ചായ തരായിരുന്നു. അല്ല ഞാനാണെങ്കിലും വെച്ച് തരാമെന്ന് പറഞ്ഞു. വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് സാറിനോടൊരു കാര്യം ആവശ്യപ്പെടാനുണ്ടെന്ന് പറഞ്ഞു. അല്ല എന്താ കാര്യം? എന്താ അത്? പിന്നെ ഞാനും എൻ്റെ മോളും ഞങ്ങളെല്ലാം ഇപ്പം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല ഇവിടെ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്.
അല്ല അപ്പോൾ സാറിന് ജോലി ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് ട്രാൻസ്ഫറായി ഇപ്പോൾ തമിഴ്നാടിനടുത്ത് കന്യാകുമാരിയിലാന്ന് പറഞ്ഞു. എനിക്കും ഭാര്യയ്ക്കും അതെ. അമ്മയും മോളും മാത്രമേ വീട്ടിൽ കാണത്തുള്ളൂ. അപ്പോൾ അവർക്കൊരു പ്രൊട്ടക്ഷൻ വേണം, ഒരാൾ വേണം. അതിന് വേണ്ടിയിട്ടാ. അതിനാണോ വന്ന സാറ്? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയെ വിളിച്ച് പറഞ്ഞാൽ പോരെ? അത് പോരാ ഏട്ടാ, അത് പോരാ. എനിക്ക് അങ്ങനെ ഒരു ഏജൻസി അല്ല വേണ്ടതെന്ന് പറഞ്ഞു. പിന്നീട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുവാണ്. വേദയ്ക്കും തനിക്കും കുഞ്ഞിനെതിരെ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് അവളുടെ കൂടെ കംപ്ലീറ്റ് സമയമുള്ള ഒരാൾ വേണം. അവളുടെ ബോഡി ഗാർഡായിട്ട്, അവളെ സ്കൂളിൽ കൊണ്ടുവരാനായിട്ടും വിടാനായിട്ടും ഒക്കെ ആയിട്ടുള്ള ഒരാൾ. അങ്ങനെ ഒരാൾ ഞാനൊന്ന് ആലോചിക്കട്ടെ, നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. എനിക്കിവിടെ സഹായം ചോദിക്കാനായിട്ട് ചേട്ടൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. ശരി പോയിക്കോ, ധൈര്യമായിട്ട് സാറ് പോയിക്കോ, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു വിട്ടു. പിന്നീട് ആൻഡ്രൂ സാറ് വിക്രത്തെ വിളിപ്പിച്ച് കാര്യങ്ങൾ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചോദിച്ചു, സാറേ ഞാൻ ആ കുട്ടിയുടെ കെയർ ടേക്കറായിട്ട് പോകാനായിട്ടാ. അതെ, തൽക്കാലത്തേക്ക് അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നേ. അല്ല സാറേ, ഒരു ഹായ് ആയിട്ട് ഒക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം നീ എന്താണെങ്കിലും പോയിക്കോ, ഒരു നല്ല ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഒരു നല്ലൊരു തുടക്കമായിട്ടാണ് എനിക്ക് തോന്നേ. നിനക്ക് സമ്മതം ഉണ്ടേ മാത്രം മതി, ഒരു കാര്യമില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും പറയത്തില്ലോ. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, എന്നാലും എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പോഴേക്കും ആൻഡ്രൂ സാർ പറഞ്ഞു, എനിക്ക് അത്ര അറിയാവുന്ന കുടുംബമാണ്, പോരാത്തേന് പുള്ളിക്കാരൻ DYSP ആണ് താനും, അവർ വീക്കെൻഡിലേ വരുള്ളൂ. കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിക്രത്തെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. ഒടുവിൽ വിക്രം സമ്മതിക്കുകയാണ്. അങ്ങനെ വിക്രം വീട്ടിലേക്ക് പോന്നു. ഈ സമയത്ത് മാഷ് എന്ത് ചെയ്തു? ഓണറുടെ വീട്ടിൽ, വാടക വീട്ടിലായിരുന്നു. അപ്പോൾ അരവിന്ദനോട് സംസാരിക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേനും അരവിന്ദൻ പറഞ്ഞു, എന്തിനാ മാഷ ഇങ്ങനെ വളഞ്ഞു ചുറ്റി വരുന്നേ? ആ അകത്തെ കഥക് ഞാൻ അങ്ങോട്ട് തുറന്നിട്ട് തരാൻ പകല്. മാഷ ഇങ്ങനെ ആ പുറകിൽ കൂടെ വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അത് സാരമില്ല മാഷൊക്കെ ഇവിടെ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് അന്യരാന്നൊരു ഫീലേ ഇല്ല. ഒരു വീട്ടിൽ അതെ 2 മുറികളായിട്ട് താമസിക്കുന്നു, അത്ര മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ അവരെവിടെ സംസാരിക്കുന്ന സമയത്ത് മാഷ് ചോദിച്ചു, അല്ല എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു മോളെക്കുറിച്ചെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കാണ് ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത്. അതിനകത്തുനിന്ന് വിക്രം ഇറങ്ങി. വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് ചോദിച്ചു, എന്ത് പറഞ്ഞു ആൻഡ്രൂ സാറ്? ഒരു ജോലിയുടെ കാര്യം റെഡിയായിട്ടുണ്ട്. ജോലിയോ? കൊള്ളാലോ, അപ്പോൾ ഒരു നല്ല കാര്യമാണല്ലോ എന്ന് അരവിന്ദനും പറഞ്ഞു. അതെ, ഒരു കുട്ടിയെ നോക്കാനാ. കുട്ടിയെ നോക്കാനാ? അതെ, 5 വയസ്സുള്ളൊരു കുട്ടിയെ നോക്കണം. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, ഇതിനാണോ ആൻഡ്രൂ സാറെ വിളിപ്പിച്ചതെന്ന് ചോദിച്ചു. അതെ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ നോക്കാമെന്ന് സമ്മതിച്ചു. അപ്പോഴേക്കും മാഷിൻ്റെ മുഖമൊക്കെ മാറി. എടാ നീ ഇത്രയൊക്കെ പഠിച്ചിട്ടൊരു കുട്ടിയെ നോക്കാനായിട്ട് പോവാനായിട്ടോ? അരവിന്ദനും പറഞ്ഞു, അത് ശരിയാ, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വിക്രം പറഞ്ഞു, ആൻഡ്രൂ സാറ് പറഞ്ഞു എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഈ പറയുന്ന ആൻഡ്രൂ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാറായിരുന്നു. നല്ല ഒത്തിരി സഹായങ്ങളൊക്കെ ആൻഡ്രൂ സാറിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. മരിച്ചുപോയി പുള്ളിക്കാരന്. അപ്പം അതിൻ്റെ മോൻ്റെ കുട്ടിയെ നോക്കാനായിട്ടാ. അങ്ങനെ കുട്ടിയെ നോക്കാനായിട്ട്? അതെ അച്ഛാ, അത്ര തീരെ താഴ്ത്തി കിട്ടുമൊന്നും വേണ്ട. പുള്ളിക്കാരൻ ഇപ്പോൾ DYSP. പുള്ളിക്കാരൻ്റെ ഭാര്യ സബ് കളക്ടറാണ്. അവർ രണ്ടുപേരും തമിഴ്നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. വീക്കെൻഡിലേ വരുള്ളൂ. അപ്പം അമ്മയും മോളും മാത്രമേ ഉള്ളൂ, കൊച്ചുമോള് മാത്രമേ ഉള്ളൂ. പിന്നീട് കഥകളൊക്കെ പറയണം, ശത്രുക്കളൊക്കെ ഉണ്ടെന്ന്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മാഷിന് ടെൻഷനായി. അപ്പോൾ വീണ്ടും നീ ആ ഗുണ്ടാപ്പണി ചെയ്യേണ്ടി വരുമോ? അങ്ങനെയൊന്നും ഇല്ലെന്നേ, ഇവിടെ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ എനിക്ക് കിട്ടുമല്ലോ, ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകണം, തിരിച്ചു കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ഉള്ളെന്ന് പറഞ്ഞു. എന്നാലും മാഷിന് ടെൻഷനാണ്. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. അല്ല അപ്പം മുഴുവൻ സമയം നീ അവിടെ? വെള്ളിയാഴ്ച കുട്ടി സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലേക്ക് പോരാം. പിന്നെ വൈകുന്നേരം, തിങ്കളാഴ്ച വൈകുന്നേരം സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി. കാരണം 2 ദിവസം കുട്ടിയുടെ പേരൻസ് വീട്ടിൽ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് നേരത്തെ പോരാലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മാഷ് പറഞ്ഞു, എന്നാലും എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, ചിലപ്പോൾ നല്ലൊരു തുടക്കമാണെന്ന് കരുതിയാൽ മതി. അത് കേട്ടപ്പോൾ അരവിന്ദൻ പറഞ്ഞു, ശരിയാ, ഇപ്പോൾ ഒരു ജോലി. അല്ല നിനക്ക് വേറൊരു ജോലി കിട്ടത്തില്ലേടാ മോനെ? എവിടുന്നാ അച്ഛാ? എവിടെ ചെന്നാലും ജയിലിൽ കിടന്നവനെന്നുള്ള ചാപ്പ ഒത്തിരിക്കുമല്ലേ. അപ്പോൾ പിന്നെ പെട്ടെന്നൊരു ജോലി കിട്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് പറയുമ്പോൾ വിക്രത്തിൻ്റെ മുഖമൊക്കെ വല്ലാതായിട്ടുണ്ടായിരുന്നു. ഒടുവിൽ മാഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിക്രം പറഞ്ഞു, അച്ഛാ ഇപ്പോൾ ഒരു ജോലി വേണം, അറിയാലോ. പിന്നെ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്കിപ്പോൾ ടെൻഷനില്ല. തിരുവനന്തപുരത്ത് തന്നെയല്ലേ, അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് എനിക്ക് ഓടി വരുകയും ചെയ്യാമല്ലോ. അരവിന്ദൻ പറഞ്ഞു, അത് നിൻ്റെ പേടിക്കുന്നത്, ഞങ്ങളുണ്ടല്ലോ, ഒരു മുറിക്കപ്പുറം ഞങ്ങളുണ്ട്. അതുകൊണ്ട് ആ കാര്യം ഓർത്തിട്ട് പേടിക്കണ്ട, മാഷിൻ്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട. പിന്നെ വീക്കെൻഡിൽ വിക്രം വരുകയും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീക്ക് പ്രൊമോയിൽ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.